പ്രിയമുള്ളവരെ, മരണാനന്തര ശരീര അവയവ ദാതാക്കളുടെയും പ്രവർത്തകരുടെയും സംസ്ഥാന തല സംഗമം, അതിൻ്റെ യോഗത്തിൻ്റെ അധ്യക്ഷനായ AT ട്രസ്റ്റിൻ്റെ ചെയർമാനും കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡൻറ്റുമായിട്ടുള്ള പ്രിയ സുഹൃത്ത് ഇരിങ്ങൽ കൃഷ്ണൻ, മുഖ്യാതിഥിയായി നമ്മുടെ കൂടെ എത്തിയിരിക്കുന്ന സിസ്റ്റർ ലൂസി കളപ്പുര, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അനാറ്റമി വിഭാഗത്തിൻ്റെ അധ്യക്ഷയായിട്ടുള്ള KK ഉഷ, ഡോക്ടർ ഉഷ, അതുപോലെ തന്നെ AT ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ധനവച്ചപുരം, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ, വളരെ സന്തോഷമുണ്ട്. മരണാനന്തര ശരീര അവയവദാതാക്കളുടെയും പ്രവർത്തകരുടെയും ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് ഇവിടെ യോഗാധ്യക്ഷൻ ഇരിങ്ങൽ കൃഷ്ണൻ സൂചിപ്പിക്കുകയുണ്ടായി. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സിനെ കുറിച്ച്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ച്, അതിലെ പേശീവ്യൂഹങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനായി ശരീരത്തിൻ്റെ ഭാഗം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിരവധി ശ്മശാനങ്ങളടക്കം അലയേണ്ടി വന്ന കഥ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരം അനുഭവ പാഠങ്ങളിൽ നിന്നാണ് ആധുനിക സമൂഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി മരണാനന്തരം സ്വന്തം ശരീരം ദാനം ചെയ്യുക എന്ന ഉദാത്തമായ സങ്കല്പത്തിലേക്ക് അവർ എത്തപ്പെട്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. കാരണം ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം മുഖ്യമായും ആശയവാദ ദാർശനിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. ആത്മാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് ഇന്ത്യൻ തത്വശാസ്ത്രങ്ങളുടെ ഏതാണ്ട് എല്ലാ വിഭാഗവും ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ മരണാനന്തരം ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരാത്മാവ് ഉണ്ടെന്നും അത് ശരീരത്തെ ഉപേക്ഷിക്കുന്നതാണ് മരണമെന്നും, മരണാനന്തരം ഈ ആത്മാവിനെ എങ്ങനെയാണ് മോക്ഷത്തിലേക്ക് നയിക്കേണ്ടത്, പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം
എന്ന് ശങ്കരാചാര്യർ പാടിയതുപോലെ ഈ ആത്മാവിന് മോക്ഷം കെടുത്തില്ലെങ്കിൽ അത് നിരന്തരമായി വീണ്ടും വീണ്ടും ജനന മരണാതിരൂപമായ സംസാര സാഗരത്തിലേക്ക് എത്തപ്പെടുമെന്നും അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നാളുകളിലും മരിച്ചുപോയ ആത്മാവിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന മനുഷ്യരും അവരുടെ കർമ്മങ്ങൾ പൂർണ്ണമായി നിറവേറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്ന് ഏതാണ്ട് എല്ലാ ദാർശനിക പാരമ്പര്യവും നമ്മോട് പറയുന്നുണ്ട്. അതിന് വിരുദ്ധമായി ഇതൊക്കെ ശുദ്ധ വങ്കത്വമാണ്, വിഡ്ഢിത്തമാണ് എന്ന് പറയുന്ന ചാർവാകന്മാർ ഒഴികെ മറ്റെല്ലാ ദാർശനികന്മാരും ഇക്കാര്യത്തിൽ ഏതാണ്ട് ഏകമനസ്കരാണ്. അപ്പോൾ ആ പാരമ്പര്യം പിൻപറ്റുന്ന ഒരു ജനസമൂഹത്തിൻ്റെ മുമ്പിൽ മരണാനന്തരം ശരീരം അത് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ദാനം ചെയ്യണം എന്ന് പറയുമ്പോൾ അത് അത്ര ദഹനക്ഷമം ആകണമെന്നില്ല. ശ്രീനാരായണ ഗുരുവിനോട് ഒരിക്കൽ ഒരു വിശ്വാസി ചോദിക്കുകയുണ്ടായി, മരിച്ചു കഴിഞ്ഞാൽ ശരീരം എന്തു ചെയ്യണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ ഗുരു. ഒരു കൂട്ടർ പറയുന്നു അത് ദഹിപ്പിക്കണം, മറ്റൊരു കൂട്ടർ പറയുന്നു അതിനെ സംസ്കരിക്കണം, കുഴിച്ചു മൂടണമെന്ന്. ഏതാണ് ചെയ്യേണ്ടത്? ഏതാണ് മരിച്ച വ്യക്തിയുടെ ആത്മാവിന് ഹിതകരമായിട്ടുള്ളത്, മോക്ഷസാധ്യത ഉറപ്പുവരുത്തുന്നത്? അതിന് ഗുരു പറഞ്ഞ മറുപടി, ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. ആ വ്യക്തിയുടെ ശരീരം ചക്കിൽ ഇട്ട് ആട്ടി തെങ്ങിന് വളമായി ഉപയോഗിക്കണം എന്നാണ്. അയ്യോ! പെട്ടെന്നാണ് വിശ്വാസിയുടെ മുഖത്തു നിന്നും ആ ശബ്ദം വന്നത്. അയ്യോ! ഉടനെ ഗുരുവിൻ്റെ ചോദ്യം, എന്താ വേദനിക്കുമോ എന്നാണ്. ഇന്നാണ് ഗുരുവിൻ്റെ മുമ്പിൽ ഈ ചോദ്യം എത്തപ്പെട്ടത് എങ്കിൽ, ഇന്നാണ് ഗുരു ജീവിച്ചിരുന്നത് എങ്കിൽ നിസ്സംശയം പറയുമായിരുന്നു, ആ ശരീരം കുട്ടികളുടെ പഠനാവശ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക, അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് സധൈര്യം പറയുമായിരുന്നു എന്നാണ് എൻ്റെ നിഗമനം. എൻ്റെ നിഗമനം ശരിയായിക്കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ പോലും വളരെ ഉറച്ച സ്വരത്തിൽ തെങ്ങിന് വളമായി ഇട്ടുകൊടുക്കുക എന്നതാണ് വേണ്ടത് എന്ന് പറയാനുള്ള ആർജവം കാണിച്ച നവോത്ഥാന ചിന്തകർ വളരെ വളരെ വിരളമാണ്. ഗുരുവിന് ശേഷവും ഒരുപാട് നവോത്ഥാന നായകരുണ്ടായി, ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നായകന്മാരുണ്ടായി, പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ മാതൃകകളായി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവരാരും മരണാനന്തരം തങ്ങളുടെ ശരീരം അത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി ദാനം ചെയ്യണം എന്ന് തൻ്റെ മക്കളോട്, തൻ്റെ ഭാര്യയോട് പറയുകയോ അത് പ്രാവർത്തികമാക്കുകയോ ചെയ്തില്ല. അപൂർവം ചില കേസുകൾ ഒഴികെ, അപൂർവം, വളരെ അപൂർവമായിട്ടുള്ള ചിലർ മാത്രം. ആ അപൂർവം ചിലരിൽ ജ്യോതിബാസുവിനെ പോലെയുള്ള മുഖ്യമന്ത്രിമാരുണ്ട്, സീതാറാം യെച്ചൂരിയെ പോലെയുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അങ്ങനെ നിരവധി പേരുകൾ ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് എം ലോറൻസ് എന്ന് പറയുന്ന അദ്ദേഹം
തൻ്റെ മകനോട് പറഞ്ഞത് തൻ്റെ ശരീരം മരണാനന്തരം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യണമെന്നതായിരുന്നു. ആ പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് ഉള്ള നടപടികൾ എടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ മറ്റൊരു മകള് അതിന് ശക്തമായി എതിർക്കുകയും തൻ്റെ അച്ഛൻ്റെ, തൻ്റെ പിതാവിൻ്റെ അപ്പൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി മൃതശരീരം മെഡിക്കൽ കോളേജിനെ കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് അത് മതാചാരപ്രകാരം അടക്കം ചെയ്യുകയാണ് വേണ്ടത് എന്ന് ശഠിക്കുക മാത്രമല്ല, കേരളത്തിലെ എല്ലാ കോടതികളും അവസാനം സുപ്രീം കോടതി വരെ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും അവസാനം എല്ലാ തടസ്സങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ആ ശരീരം ഇന്ന് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരവസ്ഥ വിശേഷം സംജാതമായിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നായകന്മാർ അവരാണ് പുതിയ തലമുറയ്ക്ക് ആവേശം നൽകേണ്ടത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും എതിരായിട്ട് നവോത്ഥാനപരമായ മനുഷ്യകേന്ദ്രിതമായ ഉണർവുകളെ വാരി വിതറുന്നതിന് വേണ്ടി, സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന വ്യക്തികളുടെ ഉടമകളായിട്ടുള്ള സാംസ്കാരിക നായകന്മാർ ചെയ്യേണ്ടത് തങ്ങളുടെ ശരീരം അത് മരണാനന്തരവും മനുഷ്യകേന്ദ്രിതമായ ഉണർവുകൾക്ക് ശക്തി പകരുന്ന രീതിയിൽ അന്ധവിശ്വാസങ്ങളെ നിരാകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മാതൃകകളായി, പാഠപുസ്തകങ്ങളായി തങ്ങളുടെ ശരീരം മാറ്റണം എന്ന തീരുമാനം എടുക്കുകയും സ്വയം എടുക്കുക മാത്രമല്ല, ഈ ശരീരത്തിന് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കതിൻ്റെ അവകാശമില്ല, പിന്നെ എനിക്കുള്ള ആ ശരീരത്തിൻ്റെ അവകാശം എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കുമാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ മരണശേഷം ആർക്കാണോ ഇതിൻ്റെ അവകാശം സംജാതമാകുന്നത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശരീരദാനത്തിൽ അവരെ കൊണ്ട് സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചുകൊണ്ട്, ഇപ്പം ഇന്ന് MM ലോറൻസിൻ്റെ ശരീരത്തിന് സംഭവിച്ചതുപോലെയുള്ള ഒരു വ്യവഹാരവും സംഭവിക്കാത്ത രീതിയിൽ അത് അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിന് കൈമാറുന്ന ഒരവസ്ഥാ വിശേഷം സംജാതമാക്കാനായിട്ട് നമുക്ക് കഴിയും. നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടക്കം ശരീരം ദഹിപ്പിച്ച് ആ ചിതാഭസ്മം കുടത്തിലാക്കിക്കൊണ്ട് എവിടെ നിമഞ്ജനം ചെയ്യണമെന്ന ചർച്ചകളാണ് കേരളത്തിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. കേരളത്തിലടക്കമെന്ന് പറയുന്നത് കേരളം ഒരുപാട് വ്യത്യസ്തമായ ഒരു തുരുത്താണ് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ പരിശോധിക്കുകയാണെങ്കിലും ഇത്രമാത്രം പുരോഗമനപരമായ, വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ചിന്താരീതികളിലും ജീവിത രീതികളിലുമെല്ലാം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തുലോം വ്യത്യസ്തമായിട്ടുള്ള വളരെ ശക്തമായ മനുഷ്യ കേന്ദ്രിതമായ ഉണർവുകൾ, ചിന്തകൾ വാരിപ്പുണരുന്ന, അതിനുവേണ്ടി ജീവിക്കുന്ന, ആശയരംഗത്ത് നിലകൊള്ളുന്ന ശക്തമായ ഒരു വിഭാഗം ജീവിക്കുന്ന ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ കേരളത്തിലെ ബുദ്ധിജീവികൾ, കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ അവർ ഒരുപോലെ സ്വാംശീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കേരള യുക്തിവാദി സംഘവും AT കോവൂർ സ്മാരക ട്രസ്റ്റും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിന്തുണയ്ക്കുവാനും, അതാണ് കേരളത്തിൽ അടക്കം ഇന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സംഹാര നൃത്തമാടാൻ ആരംഭിച്ചിരിക്കുന്ന ഒരു ദശാസന്ധിയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, കേരളമല്ല ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും അന്ധവിശ്വാസ ജടിലമായ കുംഭമേളയെക്കുറിച്ച് അല്ലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കുംഭമേള നമ്മൾ കാണണമെന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ഈ കൊച്ചു കേരളത്തിലടക്കം കുംഭമേളയുടെ മിനി പതിപ്പുകൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അന്ധവിശ്വാസത്തെയും അനാചാരങ്ങളെയും സാമാന്യ ജനങ്ങളുടെ ജീവിത രീതിയിലേക്ക് ഇടിച്ചു കയറ്റുന്നതിന് വേണ്ടി ഭഗീരഥമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ദശാസന്ധിയിൽ അത്തരം നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിരോധം എന്ന നിലയിൽ AT കോവൂർ ട്രസ്റ്റും യുക്തിവാദി സംഘവും നടത്തുന്ന ഈ മരണാനന്തര ശരീര അവയവ ദാന പരിപാടി അതിശക്തമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിക്കേണ്ടത് ഒരു അനിവാര്യതയാണ് എന്നെനിക്ക് തോന്നുന്നു.
അഭിവൃദ്ധിക്ക് വേണ്ടി, ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടി, ജീവിതം സുഖകരമാക്കുന്നതിന് വേണ്ടി ഒരു കാലത്ത് മൃഗങ്ങളെ ബലിയർപ്പിച്ചിരുന്നു. 1975 പോലും നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും, അതിരാത്രം കേരളത്തിൽ നിന്ന് നവോത്ഥാന ചിന്തകളുടെ അതിശക്തമായ പ്രചരണത്തിന്റെ ഫലമായി ഇല്ലായ്മ ചെയ്യപ്പെട്ട യജ്ഞവും യാഗവും വീണ്ടും അവതരിപ്പിക്കുന്നത് 75 ആ കാലഘട്ടത്തിലാണ്. അന്നാണ് കുറെ കാലങ്ങൾക്ക് ശേഷം അതിരാത്രം അങ്ങ് പാഞ്ഞാലിൽ VT ഭട്ടതിരിപ്പാടിനെ പോലെയുള്ള ഒരുപാട് സാംസ്കാരിക നായകന്മാരുടെ അതിശക്തമായ ഇടപെടലിലൂടെയാണ് പൈശാചികമായ രീതിയിൽ മോക്ഷം കിട്ടുന്നതിന് വേണ്ടി, മനുഷ്യർക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടി അതിപൈശാചികമായ രീതിയിൽ നവദ്വാരങ്ങളും അടച്ചു പിടിച്ചുകൊണ്ട് മൃഗീയമായി യജ്ഞമൃഗത്തെ കൊല്ലുന്ന ആ രാക്ഷസീയമായ പ്രവർത്തനം അവസാനിപ്പിക്കാനായിട്ട് ഇവിടുത്തെ വിശ്വാസികൾ തയ്യാറായത്. തൽസ്ഥാനത്ത് അരിമാവ് കൊണ്ട് മൃഗത്തിന് ബലിമൃഗത്തിന്റെ രൂപമുണ്ടാക്കി അതിനെ ബലിയർപ്പിച്ചുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ വിശേഷമുണ്ടായത്. അത്തരത്തിലുള്ള കേരളത്തിൽ ആ പ്രവർത്തനങ്ങളെ മുഴുവനും അട്ടിമറിക്കുന്ന രീതിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന മനുഷ്യക്കുരുതി അഭിവൃദ്ധിക്ക് വേണ്ടി, സുഖമായി ജീവിക്കുന്നതിന് വേണ്ടി, സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി, സാമ്പത്തികമായ നില ഭദ്രമാക്കുന്നതിന് വേണ്ടി മനുഷ്യനെ കുരുതി കൊടുക്കുന്ന, മൃഗങ്ങളെയല്ല മനുഷ്യനെ കുരുതി കൊടുക്കുന്ന, അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ജനവിഭാഗമായി കേരളത്തിലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു പ്രദേശത്തെ ആളുകൾ തയ്യാറാകുക മാത്രമല്ല അത് ബലി അർപ്പിക്കുകയും, ഒന്നല്ല 2 സ്ത്രീകളെയാണ് പൈശാചികമായി അവർ ബലിയർപ്പിച്ചത്. അത്തരത്തിലുള്ള അന്ധവിശ്വാസ നിർഭരമായ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും കേരളീയ സമൂഹത്തിലേക്ക് നവോത്ഥാന ചിന്തകൾ കുടഞ്ഞു കളഞ്ഞ, നമ്മുടെ മനസ്സിൽ നിന്ന് കുടഞ്ഞു കളഞ്ഞ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുടഞ്ഞു കളഞ്ഞ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും കുടഞ്ഞു കളഞ്ഞ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വീണ്ടും കേരള മണ്ണിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി അതിശക്തമായ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണാധികാരികളടക്കം ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന 51A ഉപവകുപ്പ് നമുക്കറിയാം, നാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ശാസ്ത്രീയമായ ചിന്തകൾ ജനമധ്യത്തിൽ പ്രചരിപ്പിക്കേണ്ടത്, വിമർശനപരമായ കാര്യങ്ങളെ പരിശോധിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കേണ്ടത്, ഏറ്റവും നവീനമായ ആശയങ്ങളെ അടക്കം ഉൾക്കൊള്ളാനുള്ള കരുത്ത് സ്വയം ആർജിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ അടക്കം മാറ്റിവെച്ചുകൊണ്ട് ശാസ്ത്രീയമായ എല്ലാ ചിന്തകളെയും വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്നും അവരുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും നിരാകരിച്ച്, ചരിത്രത്തെ നിരാകരിച്ച് തൽസ്ഥാനങ്ങളിലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങളും കുത്തിനിറച്ചുകൊണ്ട് അത് പഠിച്ച തലമുറയാണ് ഇനി ഇന്ത്യക്ക് വേണ്ടത് എന്ന് ആരൊക്കെയോ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന വർത്തമാനകാല പരിതോവസ്ഥയിൽ, ഭയപ്പെടുത്തുന്ന ഒരു പരിതോവസ്ഥയിലും അതിനെതിരെ അതിശക്തമായ പ്രചരണങ്ങളുമായി മുന്നോട്ട് ഇറങ്ങേണ്ടത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, എ.ടി. കോവൂർ ട്രസ്റ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്ത്യൻ ഭരണഘടന നമ്മോട് പറയുന്നത് അത് നിങ്ങൾ ചെയ്യണമെന്നാണ്. അത് ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നതാണ് വലിയ ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വർത്തിക്കുന്നത്. ഇന്ത്യൻ ഭരണാധികാരികൾ അടക്കം ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ലഭ്യമാകുന്ന എല്ലാ വേദികളെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ, അല്ലേ, വർഷകാലം മുമ്പ് നമ്മൾ കേട്ടത് ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരാ? ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ എന്ന് വെറുതെ ഏതെങ്കിലും ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ ഒരു പുരാണ കഥാകോവിദൻ പ്രഖ്യാപിക്കുന്നതല്ല. ഇന്ത്യൻ ഭരണാധികാരികളിൽ ഒരുവനാണ് പറയുന്നത്. പ്ലാസ്റ്റിക് സർജറി, അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് സർജറി. ആധുനികമായ വൈദ്യശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയ സംഹിതമാണ് പ്ലാസ്റ്റിക് സർജറി. പക്ഷേ
ഇന്ത്യൻ ഭരണാധികാരി, മുഖ്യ ഭരണാധികാരി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ വന്ന് പ്രഖ്യാപിക്കുന്നത് അത് ഇന്ത്യനാണ്, ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളതാണ്. പ്രാചീന ഇന്ത്യക്കാർ ഇതൊക്കെ ഇതിലേക്ക് അപ്പുറം കണ്ടവരാണ്. എന്താ, അവർ തലയടക്കം മാറ്റിവെച്ചവരാണ്, മുഖമടക്കം മാറ്റിവെച്ചവരാണ്, മൂക്ക് നീട്ടിയെടുത്തതാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ്. ഉദാഹരണമാണ് ഗണപതിയുടെ മൂക്ക് നീട്ടിയെടുത്തത്, അല്ലെങ്കിൽ ഗണപതിയുടെ തല മാറ്റിവെച്ചത് പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് എന്നും ഇന്ത്യൻ ഭരണാധികാരി പ്രഖ്യാപിക്കുന്നത്. വെറുതെ ഇങ്ങനെയുള്ള ഒരു യോഗത്തിലല്ല പ്രഖ്യാപിക്കുന്നത്, മറിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ യോഗത്തിലാണ്. ശാസ്ത്രീയമായ ചിന്തകൾ ചർച്ച ചെയ്യപ്പെടേണ്ട ആ വേദിയിൽ ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങളെയും കെട്ടുകഥകളെയും എഴുന്നള്ളിച്ചുകൊണ്ട് അതാണ് ശാസ്ത്ര സത്യം എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ചു കാലം മുമ്പ് ഒരു മരണാനന്തര പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത് സിസ്റ്റർക്ക് തുല്യമായിട്ടുള്ള ഒരു പദവി അലങ്കരിക്കുന്ന ഒരാളാണ്. സിസ്റ്റർ എന്ന് വെച്ചാൽ കന്യാസ്ത്രീ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, നമ്മുടെ മുസ്ലിമത്തെ അല്ല. അവരവിടെ പ്രസംഗിക്കുന്നത് ഞാനും ഒരു ഓഡിയൻസായിട്ട് അതിൽ പങ്കെടുക്കുകയാണ്. കാരണം വീടിൻ്റെ അടുത്ത് ഇതെല്ലാം ക്ഷണിച്ചൊന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അതിൽ പങ്കെടുത്തു. മനുഷ്യ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന രീതിയിൽ നിരവധി ആത്മാക്കളുമായിട്ടുള്ള നിരന്തര സംഭാഷണങ്ങളാണ് ആ വ്യക്തി. അവരൊരു സ്ത്രീ ആയിരുന്നു. അവിടെ ഇരുന്ന ആളുകളോട് സംസാരിച്ചു കൊണ്ടിട്ടത് ഇന്ന ആത്മാവ് മോക്ഷം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അവരവിടെ ഇരുന്ന് വല്ലാത്തൊരവസ്ഥയിലാണ്. അവർക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് ആ വിശ്വാസികളെ മുഴുവനും വഞ്ചിക്കുന്ന അതൊന്നല്ല, ഒരുപാടുണ്ട് അല്ലേ. അടുത്ത നമ്മുടെ ഈ സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ ലോനപ്പൻ നമ്പാട് മാഷ് ഇവിടെ അടുത്ത് ഒരു MP ഒക്കെ ആയിരുന്നു, MLA MP ഒക്കെ ആയിരുന്നു ലോനപ്പൻ നമ്പാട് മാഷ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ അടുത്തുള്ള ഒരു 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 സിസ്റ്ററെ ഉയർത്തുന്നതിന് വേണ്ടി അല്ലേ, അതെന്താ പറയാ, വാഴ്ത്തപ്പെട്ടവളാക്കുന്നതിന് വേണ്ടി അതിന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യണം. അങ്ങനെയാണ്, തെളിവ് സഹിതമാണല്ലോ സമർപ്പിക്കേണ്ടത്. അങ്ങനെ തെളിവ് തേടി ആരും കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു അവസരത്തിൽ അവർ ചെന്ന് നമ്പാടൻ മാഷോട് പറഞ്ഞു, മാഷെ സഹായിക്കണം, ഇത് നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരണം. അങ്ങനെ നമ്പാടൻ മാഷ് ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറെ വിളിച്ച് നിർബന്ധിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുപ്പിച്ച കഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം. ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ, കള്ളത്തരങ്ങൾ, ശുദ്ധ മലയാളത്തിൽ തെമ്മാടിത്തം, അതാണ് മതവിശ്വാസത്തിൻ്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരുപാട് മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ ജനങ്ങളെ ഭക്തി എന്ന വിശ്വാസം എന്ന ആ ചരടിൽ കൂട്ടിക്കെട്ടി അവരെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾക്കെതിരെ മനുഷ്യകേന്ദ്രിതമായ ഉണർവുകൾ അത് വാരി വിതറിക്കൊണ്ട് ഈ സമൂഹത്തെ ശുദ്ധീകരിക്കാൻ, ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ അതിനുള്ള ബാധ്യത തീർച്ചയായിട്ടും മരണം വരെ മാത്രമല്ല നമുക്കുള്ളത്, മരണശേഷവും നമുക്കുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് മരണാനന്തര ശരീര അവയവദാന പ്രവർത്തനത്തിലൂടെ നാം ചെയ്യേണ്ടത്, നാം ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞാൽ മറ്റ് നിയമപ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളെ ഇപ്പോൾ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മക്കളെ കൊണ്ട് അല്ലെങ്കിൽ ബന്ധുമിത്ര ആർക്കാണോ അവകാശം അവരെ കൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ ഒപ്പ് അടക്കം സ്വീകരിച്ചുകൊണ്ട് ശരീരദാന പ്രക്രിയയിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും പൂർത്തീകരിക്കണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പ്രായപൂർത്തിയായപ്പോൾ എനിക്ക് 2 മക്കളാണ്. ഞാനും എൻ്റെ ഭാര്യയും ശരീരം കൊടുക്കാനായിട്ട് ആദ്യം മക്കളോടാണ് പറഞ്ഞത്. അങ്ങനെയാണ് തീരുമാനം, നിങ്ങളിതിൽ ഒപ്പിട്ടേക്കണം. അവർക്കത് ബോധ്യപ്പെട്ടു, അവരതിൽ ഒപ്പിട്ട് തരികയും ചെയ്തു. ഇനി മറ്റൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഈ രീതിയിൽ കാര്യങ്ങളെ കാണുവാനും പരിഹരിക്കാനും മുന്നോട്ട് വരണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മരണാനന്തര ശരീര അവയവ ദാതാക്കളുടെയും പ്രവർത്തകരുടെയും സംസ്ഥാനതല സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.